എന്തിനാണ് നമ്മൾ നായ്ക്കളെ വളർത്തുന്നത്? നമുക്ക് ഒരു കൂട്ട്, നമ്മുടെ ഡിപ്രഷനൊക്കെ കുറയും, ഹോർമോൺസ് ലെവലൊക്കെ കൂടും. എന്നുവെച്ചാൽ നമ്മളോട് അതുപോലെ സ്നേഹമൊക്കെ കാണിക്കും. ഇപ്പോഴാണ് എല്ലാവർക്കും തിരക്കുള്ള സമയമാണ്, നമുക്ക് കുട്ടികളെ നോക്കാനൊന്നും സമയമില്ല. ഈ സമയത്താണേലോ ഇപ്പോൾ കുറുവാ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ എത്ര വാർത്തകളാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ ഡോഗ് ഉണ്ടെങ്കിലോ, ഇതാണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് കുറുവാ സംഘത്തിലുള്ള ഒരുത്തൻ വരികയാണ്. കുട്ടികളോട് വളരെ സ്നേഹത്തോടെ അവന് ഇടപെടാൻ നോക്കിയാണ്. സ്നേഹത്തോടെ ഇടപെടുന്നതിന് ഡോഗ് ഒരിക്കലും എതിരല്ല. ഡോഗിനെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛാ, നമ്മുടെ വീട്ടിൽ ബന്ധുക്കാരും ഒക്കെ വരും, സുഹൃത്തുക്കളൊക്കെ വരും, കുട്ടികളോട് വർത്താനമൊക്കെ പറയും, സ്നേഹത്തോടെ വരും, അവരൊക്കെ പോകും. അങ്ങനെയാണെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നാലോ, അവരെ ഉപദ്രവിക്കാനോ അല്ലെ പിടിച്ചോണ്ട് പോകാനോ നോക്കിയാലോ, കുറുവാ സംഘം ഒരാളെ പിടിക്കാൻ നോക്കുന്നു, ആ ഡോഗ് അവനെ ആക്രമിക്കുകയാണ്, അവനെ മറിച്ചിട്ട് അവനെ കാഴിച്ച് അവൻ്റെ എട്ടപ്പാട് തീർക്കുകയാണ്. ഇതാണ് ഇത് വരുന്നത്. അവനെ ശരിക്കും ഇങ്ങനെയുള്ളതിനെയൊക്കെ ഡോഗ് കടിച്ച് അവൻ്റെ പരിപാടി തീർക്കണം. കുട്ടികൾക്ക് സന്തോഷമായി. കുട്ടികളാണ് ആ ഡോഗിനെ തട്ടി അനുമോദിക്കുകയൊക്കെയാണ്. കുട്ടികൾ ഓക്കെ, അവനെ കടിക്കുന്നു. ഓക്കെ. ഇനി കുട്ടികൾ അവനെ ഔട്ട് പറഞ്ഞ് വിളിച്ചോണ്ട് പോവുകയാണ്. അതെ, അവരാണ്ട് കുട്ടികൾ പറഞ്ഞപ്പോഴേ അവർ തിരിച്ചു പോവുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ഡോഗ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട. നമ്മൾക്ക് വീട്ടുകാരെയൊക്കെ ഇരുന്നു അവനാണ്ട് അവിടെ ചത്ത് മലന്ന് കിടക്കുന്നു. ഇങ്ങനെയുള്ള പിള്ളേരെ പിടിക്കാൻ വന്നു ഈ അവസ്ഥ തന്നെ വേണം. അവൻ്റെ മുഖമൊക്കെ ഒന്ന് നോക്കി വെച്ചോ. നിങ്ങളുടെ കുട്ടികളെയൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യാം. ഇതാണ് ധീരനായ ആ ഡോഗ്, കുട്ടികളെ രക്ഷിച്ച ആ ഡോഗ്.